ഇനി നമുക്ക് കുറച്ച് സിമ്പിൾ ടേംസ് പഠിക്കാം. നമ്മൾ പണ്ട് 8th സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ചതാണ്, കൊച്ചു ക്ലാസ്സിലും പഠിച്ചതാണ്. സോ നോക്കൂ, സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറയൂ. സ്പീഡ് എന്ന് കേട്ടിട്ടുണ്ടോ? സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. അപ്പൊ സ്പീഡിനെ ഒന്ന് ഡിഫൈൻ ചെയ്തേ. ആരും ചോദിക്കില്ല. സ്പീഡ് ഈസ് എ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം. യൂണിറ്റ് ടൈമിൽ, യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? 1 സെക്കൻഡ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ യൂണിറ്റ് ടൈമിൽ സഞ്ചരിക്കുന്ന ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് സ്പീഡ്. സ്പീഡിന്റെ യൂണിറ്റ് എന്താണ്? SI യൂണിറ്റ്. ഡിസ്റ്റൻസിന്റെ മീറ്റർ പെർ ടൈമിന്റെ എന്താണ്? സെക്കൻഡ്. അപ്പൊ മീറ്റർ പെർ സെക്കൻഡ് ആണ് അതിന്റെ SI യൂണിറ്റ്. സ്പീഡ് എന്ന് പറയുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. സ്പീഡ് എന്ത് ക്വാണ്ടിറ്റിയാണ്? സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ആരെങ്കിലും ചോദിച്ചാൽ പറയാ. സോ വാട്ട് ഈസ് സ്പീഡ്? സ്പീഡ് ഈസ് എ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം. സ്പീഡ് ഈസ് a scalar quantity. What is SI unit? Meter per second. ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി സ്പീഡ് ഈസ് ആൾവേസ് പോസിറ്റീവ്. സ്പീഡിന്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ്. സ്പീഡ് ഈസ് ആൾവേസ് പോസിറ്റീവ്. ഇനി വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ പറയൂ. വെലോസിറ്റി പറയൂ. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്നാണ്. ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം എന്നാണ് അല്ലേ? ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം. അപ്പൊ നോക്കൂ, ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം. അപ്പൊ ഡെഫിനിഷൻ എന്ന് പറയാൻ, വെലോസിറ്റി ഈസ് എ ഡിസ്പ്ലേസ്മെന്റ് ഇൻ യൂണിറ്റ് ടൈം. വെലോസിറ്റി ഈസ് എ ഡിസ്പ്ലേസ്മെന്റ് ഇൻ യൂണിറ്റ് ടൈം. ഇനി ഈ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. അപ്പൊ വെലോസിറ്റിയുടെ ആൻസർ പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. വെലോസിറ്റിയുടെ ആൻസർ പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. ഇനി ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ ടൈമിന്റെ എന്താണ്? സെക്കൻഡ്. അപ്പോ ഈ വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. വെലോസിറ്റി എന്ത് ക്വാണ്ടിറ്റിയാ? വെക്ടർ. കാരണം ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? വെക്ടർ ആണ്. അപ്പൊ വെലോസിറ്റി ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഒന്നുമില്ല, ഇതൊന്നും ആരും ചോദിക്കില്ല. വാട്ട് ഈസ് വെലോസിറ്റി? വെലോസിറ്റി ഈസ് എ ഡിസ്പ്ലേസ്മെന്റ് ഇൻ യൂണിറ്റ് ടൈം. Then it's SI unit, meter per second. Velocity is a vector quantity. Here displacement is positive or negative. So velocity is also positive or negative. Velocity may be positive or negative. ഇനി ഇത് രണ്ട് എപ്പോഴെങ്കിലും സെയിം ആവുമോ? എപ്പോഴാണ് സ്പീഡും വെലോസിറ്റിയും സെയിം ആവുന്നത്? നിങ്ങളൊരു വണ്ടിയിൽ ഇരുന്ന് യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ സ്പീഡോമീറ്റർ സ്പീഡ് കാണിക്കുന്നത് നിങ്ങൾ കണ്ടു കാണും. എപ്പോഴാണ് ഈ സ്പീഡും വെലോസിറ്റിയും സെയിം എന്ന് പറയുന്നത്? എന്താണ് ഈ വെലോസിറ്റി, എന്താണ് സ്പീഡ്? നമ്മുടെ വണ്ടിയില്ലേ, നമ്മുടെ വണ്ടി ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ ഓടിക്കുകയാണെങ്കിൽ ആ സമയത്തുള്ള സ്പീഡിനെ പറയുന്ന പേരാണ് വെലോസിറ്റി. വേറെ ഒരു ചക്കയില്ല. എന്താണ്? പറയൂ, എന്താണ്? നമ്മുടെ വണ്ടിയെ നമ്മളൊരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ ഓടിക്കുന്ന സമയത്ത് അതിനൊരു സ്പീഡ് ഉണ്ടാവുമല്ലോ. ആ സ്പീഡിനെ പറയുന്ന പേരാണ് വെലോസിറ്റി. അപ്പൊ എന്താണ് വെലോസിറ്റി? എന്താന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ സ്പീഡ് വെൻ ദ ബോഡി ട്രാവൽസ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. സോ സി when these two become equal, say when the body travels along a straight line, the magnitude of speed and velocity will be equal. Okay, so what is speed? Speed is equal to distance by time. SI unit meter per second. Speed is a scalar quantity. It is always positive. Then what about velocity? Velocity is equal to displacement by time. Then it's a SI unit meter per second. Velocity is a vector quantity. Velocity may be positive or negative. ഇനി അടുത്ത ആവറേജ് സ്പീഡ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറയൂ. ഇതെല്ലാം 1ാം ക്ലാസ്സിലും കണ്ട പഠിച്ച ഇക്വേഷൻ ആണ്. പെട്ടെന്ന് പറ. ആവറേജ് സ്പീഡ് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ്. ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ എന്നാണ്. ടോട്ടൽ ടൈം ടേക്കൺ. പറയൂ, നിങ്ങൾ എന്നെ ഡിഫൈൻ ചെയ്യൂ. വാട്ട് ഈസ് ആവറേജ് സ്പീഡ്? ഇറ്റ് ഈസ് റേഷ്യോ ഓഫ് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ടു ടോട്ടൽ ടൈം ടേക്കൺ. ആരും ചോദിക്കില്ല. സോ വാട്ട് ഈസ് ആവറേജ് സ്പീഡ്? ഇറ്റ് ഈസ് റേഷ്യോ ഓഫ് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ടു ടോട്ടൽ ടൈം ടേക്കൺ. ഇനി അടുത്ത് ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജ് വെലോസിറ്റി പറയൂ. വാട്ട് ഈസ് ആവറേജ് വെലോസിറ്റി? ഇക്വേഷൻ പറഞ്ഞാൽ മതി. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ്. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. പറയൂ. So can you define average velocity? It is a ratio of total displacement to total time taken. It is a ratio of total displacement to total time taken. അപ്പോൾ ഞാൻ ബോഡി കിടക്കുന്ന ചോദിക്കാൻ നിങ്ങൾ പെട്ടെന്ന് അങ്ങ് പറഞ്ഞ് മാറ്റുക. Okay, so what is the equation to calculate speed? Speed is equal to say distance by time. Then speed is a dash quantity. പറയൂ, scalar quantity. അടുത്ത what is the SI unit of speed? Meter per second. അടുത്ത എന്താണ്? Speed is always positive. Then what about velocity equation? Velocity is equal to displacement by time. What is SI unit? Meter per second. Then velocity is dash quantity, vector quantity. Velocity may be
positive or negative. Then what is the equation to calculate average speed? Average speed is equal to total distance traveled divided by total time taken. So define this ratio of total distance traveled to total time taken. Then what is average velocity? It is equal to total displacement by total time. So it is a ratio of total displacement to total time. Okay? ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്ത നമുക്ക് അറിയാവുന്ന ഒരു സാധനം തന്നെ ആക്സലറേഷൻ. ആക്സലറേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറ. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഓഫ് വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം എന്നാണ്. ചേഞ്ച് ഓഫ് വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. അപ്പോഴേ ചേഞ്ച് ഓഫ് വെലോസിറ്റി എങ്ങനെ കാണും? ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം എടുത്താൽ എന്തിന്റെ ആൻസറായി? ആക്സലറേഷന്റെ ആൻസറായി. ഇനി നോക്കൂ, ചേഞ്ച് ഓഫ് വെലോസിറ്റി, ഒരു വെലോസിറ്റിയിൽ നിന്ന് വേറൊരു വെലോസിറ്റി പോയാൽ ആൻസർ ഒരു വെലോസിറ്റി ആയില്ലേ? 5 ചക്കയിൽ നിന്ന് 2 ചക്ക പോയാൽ 3 ചക്കയിലേ കിട്ടും, 3 മാങ്ങ കിട്ടുമോ? ഇല്ല. അതുപോലെ ഒരു വെലോസിറ്റിയിൽ നിന്ന് വേറൊരു വെലോസിറ്റി മൈനസ് ചെയ്താൽ ആൻസർ ഒരു വെലോസിറ്റി അല്ലേ? അപ്പൊ ഈ മേല് കിടക്കുന്നത് വെലോസിറ്റിയാണ്. വെലോസിറ്റിയുടെ യൂണിറ്റ് ഏതാ? മീറ്റർ പെർ സെക്കൻഡ്. ദാറ്റ് ഡിവൈഡഡ് ബൈ ടൈമിന്റെ യൂണിറ്റ് ഏതാണ്? സെക്കൻഡ്. അപ്പൊ ആൻസർ മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു 1/സെക്കൻഡ്. അപ്പൊ ആൻസർ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. അപ്പോ നോക്കൂ, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സോ ആക്സലേഷന്റെ യൂണിറ്റ് ഏതാണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആക്സലേഷൻ എന്ത് ക്വാണ്ടിറ്റി ആണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്? വെക്ടർ ക്വാണ്ടിറ്റി ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഇതെന്തെങ്കിലും പറയാനുണ്ടോ? എന്താണ് ആക്സലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ വണ്ടി നോക്കൂ, വണ്ടിയിൽ പോകുമ്പോഴത്തേക്ക് നമ്മളിപ്പോ ബൈക്ക് ഓടിക്കാൻ അറിഞ്ഞൂടാത്തവന്മാരെല്ലാം എടുത്ത് വെച്ച് ബൈക്ക് ഓടിക്കുമ്പോഴാണ് ഈ സ്പീഡിലൊക്കെ പോകുന്നത്. അപ്പൊ ലൈസൻസ് ഒക്കെ കിട്ടിയിട്ട് ബൈക്കൊക്കെ ഓടിച്ചാൽ മതി. വെലോസിറ്റി കൂട്ടി വിടുന്നു, ശരിയല്ലേ? വെലോസിറ്റി കൂടുമ്പോഴത്തേക്ക് ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. അപ്പൊ എന്താണ് കിട്ടിയത്? ആൻസർ എന്താണ്? ആക്സലറേഷൻ കിട്ടി. ഓക്കെ. അപ്പൊ വെലോസിറ്റി കൂടുമ്പോഴാണ് ബോഡിക്ക് എന്ത് കിട്ടുക? ആക്സലേഷൻ കിട്ടുന്നത്. വെലോസിറ്റി കൂടുമ്പോഴാണ് ബോഡിക്ക് എന്ത് കിട്ടുക? ആക്സലേഷൻ കിട്ടുന്നത്. വെലോസിറ്റി കുറയുകയാണെങ്കിൽ എന്താണ് നമുക്ക് കിട്ടുന്നത്? ബോഡിക്ക് കിട്ടുന്നത് ഡീസലറേഷൻ ആണ്. എന്താണ് കിട്ടുന്നത്? ഡീസലറേഷൻ. ഓർ അതിന്റെ വേറൊരു പേരാണ് റിട്ടാർഡേഷൻ. എന്താണ്? റിട്ടാർഡേഷൻ. അപ്പോൾ വെലോസിറ്റി കൂടുമ്പം ഉണ്ടാവുന്നതാണ് ആക്സലേഷൻ, വെലോസിറ്റി കുറയുമ്പോൾ ഉണ്ടാവുന്നതാണ് റിട്ടാർഡേഷൻ. നോക്ക്, ബൈക്കിൽ പറന്നു പോകുന്നു, ശരിയല്ലേ? പറന്നു പോകുമ്പോഴത്തേക്ക് വെലോസിറ്റി കൂടി പോകുന്നു, അപ്പൊ കിട്ടുന്ന എന്താണ്? ആക്സലറേഷൻ. നോക്ക്, അമ്മ റോഡ് ക്രോസ് ചെയ്യുന്നു, അപ്പൊ സഡൻ ബ്രേക്ക് ചെയ്യുന്നു, വെലോസിറ്റി കുറയുന്നു. വെലോസിറ്റി കുറയുമ്പം ബൈക്കിനുണ്ടായ എന്താണ്? ഡീസലറേഷൻ ഓർ റിട്ടാർഡേഷൻ. ഓക്കെ. ഇനി നമ്മളപ്പോ അവിടെ നോക്കൂ, അമ്മ റോഡ് ക്രോസ് ചെയ്ത സമയത്ത് നിങ്ങൾ ബ്രേക്ക് ചെയ്തു, അപ്പൊ അവിടെ എന്താണ്? ഫൈനൽ വെലോസിറ്റി കുറവ് അല്ലെ, ഇനിഷ്യൽ വെലോസിറ്റി കൂടുതൽ. നിങ്ങൾ വന്ന വെലോസിറ്റി ഭയങ്കര കൂടുതലാണ്. അപ്പൊ ആക്സലേഷന്റെ ആൻസർ എടുത്തു കഴിഞ്ഞാൽ ആക്സലേഷന്റെ ആൻസർ ഒരു നെഗറ്റീവ് ആൻസർ കിട്ടും അല്ലെ. അപ്പൊ നെഗറ്റീവ് ആക്സലേഷന്റെ പറയുന്ന പേരാണ് ഡീസലറേഷൻ ഓർ റിട്ടാർഡേഷൻ. ഒന്നുകൂടെ ഞാൻ പറയാം. നിങ്ങൾ വന്നത് എത്രയിലാണ്? നിങ്ങളുടെ ഇനിഷ്യൽ വെലോസിറ്റി 100 ആയിരുന്നു. ഓക്കെ, 100ലാണ് പറന്നു വന്നത്. ഇപ്പോ വെലോസിറ്റി എത്രയായിട്ട് കുറച്ചു? 10 ആയിട്ട് കുറച്ചു. ഇതിനെടുത്ത ടൈം നോക്കൂ, ഒരു 2 സെക്കൻഡ്. അപ്പോൾ 100, ഞാൻ ഇപ്പോൾ SI പറഞ്ഞോട്ടെ, മീറ്റർ പെർ സെക്കൻഡ്. നിങ്ങൾ വന്ന വെലോസിറ്റി ഇതാണ്, നിങ്ങളുടെ ഇനിഷ്യൽ വെലോസിറ്റി ഇതാണ്. അപ്പോൾ ടൈം എത്ര? 2 സെക്കൻഡ് എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ A എത്ര വരും? A = V - U/T എന്ന് വരും. V എത്രയാ? 10 - 100 ഡിവൈഡഡ് ബൈ 2. സോ ആൻസർ എത്ര വരും? -90 ഡിവൈഡഡ് ബൈ 2. സോ -45 എന്നല്ലേ കിട്ടിയേ? ആക്സലേഷന്റെ ആൻസർ നെഗറ്റീവ് കിട്ടിയോ? അപ്പൊ നിങ്ങളുടെ വണ്ടിക്ക് ഉണ്ടായത് എന്താണ്? ഡീസലറേഷൻ ആണ്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ചുമ്മാ കടന്ന് ചിന്തിക്കേണ്ട. വെലോസിറ്റി കൂടിയാൽ ഉണ്ടാകുന്നത് ആക്സലേഷൻ, വെലോസിറ്റി കുറഞ്ഞാൽ ഉണ്ടാകുന്നത് ഡീസലറേഷൻ. ഡീസലറേഷന്റെ വേറൊരു പേരാണ് റിട്ടാർഡേഷൻ. So listen, what is the equation to calculate acceleration? Acceleration is equal to change of velocity divided by time. That is final velocity minus initial velocity divided by time. Acceleration is a vector quantity. What is SI unit? Meter per second square. Then when the velocity increases, the body gets acceleration. When the velocity decreases, the body gets deceleration or retardation. Negative acceleration can be said as deceleration. So once again, I will ask, what is the equation to calculate acceleration? Acceleration is equal to, say, change of velocity divided by time. Then say, what is the SI unit of acceleration? Meter per second square. Acceleration is a dash quantity. Tell me, vector quantity. Then what is the next one? If the velocity increases, the body gets acceleration. If the velocity decreases, the body gets deceleration or retardation. Negative acceleration is what? Retardation. Got it?